ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണിത്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്ലീനിങ്ങിന് നിൽക്കുന്നത്. ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കാറുള്ളത്. ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് ഷാമ്പു അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡില്ലേ അതാണെങ്കിലും ഇത്തിരിക്കോളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് തുടച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഷാമ്പുവും വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തത്. ആദ്യം അതെല്ലാം കൂടെ ഒന്ന് ഒരു തുണി വെച്ച് തുടച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് പിന്നെ ഒന്നും കൂടെ ടിഷ്യൂ വെച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വെട്ടി തിളങ്ങിയിരിക്കും. ഇപ്പോൾ രാവിലക്കലത്തെ ചായയുടെ പരിപാടി കഴിയുമ്പോൾ വെറുതെ ഒന്ന് തുണി വെച്ചിങ്ങാണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തെ പരിപാടി കഴിയുമ്പോൾ അതാ ഇതുപോലെ വൃത്തിയാക്കി വെക്കും. അങ്ങനെയാണ് കേട്ടോ ഗ്യാസ് സ്റ്റവ് ഡെയിലി ചെയ്യാറുള്ളത്. ഗ്യാസ് സ്റ്റവ് അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഈ ഭാഗമൊന്നും എപ്പോഴും മൈൻഡ് ചെയ്യാത്തൊരു ഭാഗമാണ്. പിന്നെ എന്തായാലും ഓയിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പാത്രം കഴുകണ ലിക്വിഡില്ലേ അത് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ കുപ്പികളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങോട്ട് പെറുക്കിയെടുക്കാം കേട്ടോ. കുറച്ച് ദിവസമായി അവിടെ ക്ലീൻ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ആ റാക്കുമ്മലൊക്കെ ഓയിലിൻ്റെ ഇത് നല്ലോണം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചരച്ച് കഴുകി വെക്കണം, മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരറ്റത്തും അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇച്ചിരിക്കോളം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതല്ലല്ലോ. പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താളിക്കുന്ന കടുകൊക്കെ ഇങ്ങനെ തെറിച്ച് പോവില്ലേ, അതന്നെ അതൊക്കെയാണ് ഇട്ടാ കിടക്കുന്നത്. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഓയിലൊക്കെ തെറിക്കുന്നത് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ഞാനിപ്പോൾ ഷാമ്പു ആണ് അല്ലെങ്കിൽ ലിക്വിഡ് ആയാലും കുഴപ്പമില്ല, വെള്ളം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് ഗ്യാസ് സ്റ്റവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആ കാണുന്ന കച്ചറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകാണ് കൂടുതലും. അപ്പോൾ അതൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് നനഞ്ഞ തുണി വെച്ചിങ്ങാനിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കുക. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഇടയ്ക്കുള്ള ഈ ഒരു അടക്കി പെറുക്കി വെക്കലും അതുപോലെ ക്ലീൻ ചെയ്യാൻ നിൽക്കലൊക്കെ ഇഷ്ടമുള്ള പണിയാണ്. ഇവിടെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് എടുത്ത് അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. വെളിച്ചെണ്ണയുടെ കുപ്പിലും നെയ്യുടെ കുപ്പിലും ഇത്തിരി ഉണ്ട്, പിന്നെ സോസിൻ്റെ കുപ്പിലും ഇത്തിരി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സില്ലേ അതിനകത്തേക്ക് ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ തിരിച്ച് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാനും എളുപ്പമാണല്ലോ. പിന്നെ ഇതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഡീപ്പ് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ചില സമയത്ത് മടി തോന്നുമെങ്കിൽ പോലും എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം ഈ ഡീപ്പ് ക്ലീനിങ്ങും അതുപോലെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അടക്കിപ്പെറുക്കി വെക്കുന്നതും. മടി തോന്നാണ്ടിരിക്കാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇപ്പം നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ആ റാക്കിൻ്റെ ഭാഗമാണ് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ആ റാക്കിൻ്റെ ആ ഭാഗത്തുള്ളത് മൊത്തത്തിലും കൂടി എടുത്ത് മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കുക. അല്ലാണ്ട് മൊത്തത്തിൽ ഇങ്ങനെ വലിച്ച് വാരിയിട്ടിട്ട് പിന്നെ എല്ലാം അടിച്ച് തുടച്ച് അവിടെ ഇതാക്കിയിട്ടിട്ട് പിന്നെ വീണ്ടും എല്ലാം നിറച്ച് വെക്കുമ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ വലിച്ച് വാരി ഇടുമ്പോൾ തന്നെ നമുക്ക് കുറേ ഉണ്ടല്ലോ എന്ന് തോന്നും. അപ്പം നമുക്കൊരു മടിയാവും. അപ്പം അതിനേക്കാളും നല്ലത് ഇത്തിരി ആയിട്ട് ഓരോ ഭാഗം ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും, നമുക്ക് മടി തോന്നാണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ ആ കുപ്പികളിലേക്കൊക്കെ ഇത്തിരിക്കോളം ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇതിനകത്ത് കുറച്ച് നേരം ഇട്ട് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ കുപ്പിയുടെ ഉള്ളിൽ കഴുകണ ബ്രഷില്ലേ അത് വെച്ചിട്ടൊന്നും അല്ല കേട്ടോ കഴുകണത്. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്ത് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ ഈ റാക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതുമ്മ അത്യാവശ്യം ഓയിലുണ്ട് നല്ലോണം. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമ്മൾ ഓയിൽ എടുക്കും, പിന്നെ അത് അവിടെ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വീണതാണിത്. ഇത് ഞങ്ങൾ ടെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സോപ്പിട്ട് ഇങ്ങാനിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുക. ടെമൂന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. നമ്മളത് വാങ്ങുമ്പോൾ അതിൻ്റെ സൈസും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചില സമയത്ത് നമ്മൾ ആ ഒരു വലിപ്പം കാണുമ്പോൾ നേരെ ഓർഡർ കൊടുക്കും. ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര കുഞ്ഞായിരിക്കുള്ളൂ. അത് നമ്മളെ മിസ്റ്റേക്കാണ്. അവർ കറക്റ്റ് അതുമ്പോൾ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, നമ്മളത് നോക്കാണ്ട് ഓർഡർ ചെയ്യുന്നതാണ്. അല്ലാണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും പറയാനില്ല, നല്ല ക്വാളിറ്റിയാണ് ടെമൂലെ സാധനങ്ങൾക്കൊക്കെ. പിന്നെ ആ ഒരു കൂജ കുറേ നാളായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളതാണ് കേട്ടോ. ഞങ്ങളത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിൽ വെള്ളം ഒഴിച്ച് വെച്ച് കുടിക്കലൊക്കെ കുറവാണ്. കൊണ്ടുവന്ന സമയത്ത് ഭയങ്കരമായിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് മേശമ വെക്കും, അതിൽ നിന്ന് വെള്ളം കുടിക്കലൊക്കെ ആയിരുന്നു.
പിന്നെ ഇപ്പം അത് അവിടെ ഒരു ഭംഗിക്ക് വെക്കണ രൂപത്തിലായി. ഇനി രണ്ടാമത് അതിനകത്ത് വെള്ളം നിറച്ചൊക്കെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉപ്പൊക്കെ വെച്ചിരുന്ന ഭരണില്ല, അപ്പം അതിനകത്ത് ഇച്ചിരിക്കോളം ഉപ്പുണ്ടായിരുന്നു. അത് ഞാൻ ആ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ തന്നെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച്. ആ ഒരു ട്രേ അല്ലേ, അത് ഞങ്ങൾ ഐക്യെന്ന് മേടിച്ചാൽ കുറേ നാളായിട്ട്, എത്രയോ വർഷമായിട്ട് അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല, വാങ്ങിയ പോലെ തന്നെ ഉണ്ട്. ഒന്നാമത്തെ ഐക്യയുടെ പ്രൊഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ളത് തന്നെയാണല്ലോ. പക്ഷെ ഇത് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കളറിന് പോലും വ്യത്യാസം വന്നിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണോണ്ടാണ് അത് അതുപോലെ തന്നെ ഇരിക്കുന്നത്. പെയിൻറ്റ് പോവേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അതും അവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭരണിയും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വെള്ളം പോവാനായിട്ട് അവിടെ എല്ലാം കൂടെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തോർന്ന് കഴിയുമ്പോൾ നമുക്ക് അത് ഒന്ന് ഫിറ്റ് ചെയ്ത് ആ റേക്കൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ആ കുപ്പി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം. അതിന് മുമ്പ് ഇതാ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയത്. അപ്പോഴത്തേനും ഈ റേക്കൊന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ, നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം വെയിറ്റ് ഇത് താങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇതവിടെ റാക്കൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതവിടേക്ക് കൊണ്ടുവയ്ക്കും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് കുപ്പികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇതും എല്ലാ സാധനങ്ങളും വെക്കുന്നത്. കൂജ ഞാൻ ആ ഒരു കോർണറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുമുള്ള ഗ്ലാസ് ഇപ്പം ഞാൻ അമ്മ വെക്കണില്ല കേട്ടോ, അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഈ കുപ്പികളൊക്കെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഇതിൽ നമ്മൾ ബ്രഷ് ഇട്ടൊന്നും കഴുകണ്ട കേട്ടോ. ഈ ലിക്വിഡിനകത്ത് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു എണ്ണമയൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ പുറമൊക്കെ ഒന്ന് തേച്ചരച്ച് കഴുകിയെടുക്കുന്നുണ്ട്. കാരണം എന്തായാലും നമ്മൾ ഒഴിക്കുമ്പോൾ അത് സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഓയിൽ പുറത്ത് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലൊക്കെ ഞാൻ ഇതുപോലെ ചില്ലിൻ്റെ കുപ്പിയിലാണ് കേട്ടോ ആക്കി വെക്കുന്നത്. ഒലിവ് ഓയിൽ നമ്മൾ ആ മേടിക്കുന്ന കുപ്പിയിൽ തന്നെ അങ്ങനെ തന്നെ വെക്കും. കുറച്ച് സ്പ്രേ ബോട്ടിലും ആക്കി വെക്കും. അങ്ങനെയാണ് ഒലിവ് ഓയിൽ വെക്കുന്നത്. പിന്നെ നെയ്യ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ കുപ്പികൾ ഇട്ട് വെച്ചിരുന്ന ആ പാത്രമില്ലേ, അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതൊന്ന് ടിഷ്യൂ വെച്ച് കഴിഞ്ഞിട്ട് അതിലത്തെ വെള്ളം മുഴുവൻ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുപ്പികളില്ലേ, അതെല്ലാം ഇതിനകത്തേക്ക് വെള്ളം പോകാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമ്മളെ പുറത്ത് തുണികളൊക്കെ നിവർത്തിയിരുന്ന സ്റ്റാൻഡുണ്ട്, അതുമ്മേൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ വെയിലിൻ്റെ ഇതിൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. പിന്നെ ഉപ്പിൻ്റെ പാത്രം ഭരണിയില്ലേ, അതൊക്കെ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടിഷ്യൂ വെച്ച് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഉപ്പൊക്കെ ആക്കി വെക്കാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രേ ആണ് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. സ്റ്റീലിൻ്റെ ആണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, സ്റ്റീലിൻ്റെ തന്നെയാണ് അതും. അപ്പോൾ അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭരണി ഒന്ന് ടിഷ്യൂ വെച്ച് ഒന്ന് തുടച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപ്പിൻ്റെ പാക്കറ്റിൽ കുറച്ച് ഉപ്പ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇതിലുണ്ടായിരുന്നു ഉപ്പ് ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പാക്കറ്റ് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ച്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ പിങ്ക് സോൾട്ടാണ് കേട്ടോ. ഇറച്ചി മീനൊക്കെ കഴുകാനായിട്ട് നമ്മുടെ സാധാ ഉപ്പില്ലേ, അതും ഉപയോഗിക്കും. പിന്നെ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വെള്ളം കുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കൂട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കില്ലേ, അതിന് ഭയങ്കര എളുപ്പമായിട്ട് അവിടെ അടുത്ത് തന്നെ അങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ടെമൂന്ന് മേടിച്ചതാണ് കേട്ടോ. അത് ആ പ്ലാന്റ് വെക്കണ ആ ഒരു ബോട്ടിൽ. പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി തുടച്ചെടുക്കണ കാരണം ഇങ്ങനെ വലിയ ഇതില്ല. നമ്മൾ എല്ലാ ദിവസവും കിച്ചണിലെ പണിയൊക്കെ കഴിയുമ്പോൾ രാത്രി മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്പ്രേ ചെയ്ത് ഇങ്ങായിട്ട് തുടയ്ക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുണി വെച്ച് ഒന്ന് തുടച്ചെടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഇതും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ നട്ട്സിൻ്റെ ബോട്ടിലൊക്കെ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ പാത്രത്തിൽ നിറച്ചിടുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊക്കെ നിറച്ചിടാൻ നിൽക്കണം. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ആ ഓയിലിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാടുത്തിരുന്നതൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പല രീതിയിലൊന്ന് മാറ്റി വെച്ച് നോക്കി, പക്ഷേ ഇഷ്ടമായില്ല. അപ്പോൾ പഴയ രീതിയിൽ തന്നെ പിന്നെയും വെച്ച്. പിന്നെ ഇത് ചിയാ സീഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കവറുമ്പോൾ ഇങ്ങനെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അതാണ് കവറ്. ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് ചിയാ സീഡ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ആ റാക്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക. മുകളിലായിട്ടാണ് ഓയിലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. അടിയിൽ നമ്മൾ ടീ ബാഗ്, അതുപോലെ ചിയാ സീഡ്,
പിന്നെ നെസ്കഫയുടെ പാക്കറ്റ്, ആപ്പിൾ സിഡർ വിനീഗർ, സ്വീറ്റ്നർ, ഇത്രയും സാധനങ്ങളാണ് അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി അവിടെ സോസും കൂടെ വെക്കാനുണ്ട് കേട്ടോ. കൂജ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് പിന്നെ എടുത്ത് അപ്പുറത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ മിക്സിയും ഈ എയർ ഫ്രയറൊക്കെ ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. ചില സമയത്തിലേ നമ്മൾ പെട്ടെന്ന് ഫുഡാക്കാനൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കുള്ളൂ മിക്സിയുടെ ജാറിൽ ഇത് അരയ്ക്കുന്ന സമയത്ത് തെറിച്ച് പോവല്. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു സാധനമാണത്. എന്നാൽ മിക്കപ്പോഴും എൻ്റെ അത് പറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ ഇതുപോലെ തുടച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയതായിട്ട് തുടയ്ക്കാനില്ല. എന്നാലും ഞാനൊന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്വിച്ചിൻ്റെ അവിടെയും അതുപോലെ അവിടെയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം എയർ ഫ്രയറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, മിക്സിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. പിന്നെ നമ്മൾ പുകയ്ക്കുന്ന കരിയില്ലേ അതും അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ടിഷ്യൂവിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടത്തെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഈ കൈലകളൊക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു ട്രേയില്ലേ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇടുക്കും അങ്ങനെ തന്നെ ഇടും. എത്ര നമ്മൾ അടക്കി ഒതുക്കി വെച്ചാലും പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എടുത്തുങ്ങാനിട്ട് അത് പിന്നെ കഴുകിങ്ങാനിട്ട് അങ്ങനെ തന്നെ ഇടലാണല്ലോ. അപ്പോൾ ഈ സ്പൂണൊക്കെ വെള്ളത്തോടുകൂടെ അതിനകത്ത് ഇടുമ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ കച്ചറാവും. അതുകൊണ്ട് ഞാൻ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തുങ്ങാനിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ഈ ഒരു ട്രേ അല്ലേ ഇതൊന്ന് കഴുകിയെടുക്കണം, ഇവിടെ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് എല്ലായിടത്തും ഇത് കുക്കറിൻ്റെ ഇത് പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം അതിൽ നിന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് മറ്റേ ട്രേ ഒന്ന് കഴുകിയെടുത്തിട്ട് അതൊക്കെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഇപ്പം ഈ ഒരു വലിപ്പ് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ പുറത്തിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ പുറത്തുണ്ട്, ഇത് മൊത്തം ക്ലീൻ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ഇത് വരുന്നില്ല. ഇപ്പോൾ ആ ഒരു വലിപ്പിലെ സാധനങ്ങൾ പുറത്തെടുത്ത് വെച്ച് വലിപ്പ് ക്ലീൻ ചെയ്തു. ഇനി ഈ വലിപ്പിലുള്ള സാധനങ്ങൾ തിരിച്ചതിനകത്ത് തന്നെ വെക്കും. എന്നിട്ട് പിന്നെ അടുത്തത് എടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ നമ്മളെ പണിയും കഴിയും കേട്ടോ. അങ്ങനെ ഇതായൊരു ട്രേ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഐക്യന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമ്മൾ പുറത്തെടുത്ത് വെച്ചതൊക്കെ അതേപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുക. ഇതൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും ഈ വെച്ച പോലെ തന്നെ അല്ല കേട്ടോ. ഇത് പലതും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ടൊക്കെ ഇരിക്കും. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഇതിൽ ആ മരത്തിൻ്റെ സ്പൂണ്, അതുപോലെ ആ ഗോൾഡൻ കളറിലുള്ള സ്പൂണ്, പിന്നെ ആ സിലിക്കണിൻ്റെ ആ ഒരു ചട്ടകമൊക്കെ ഇല്ലേ അതൊക്കെ ടെമൂന്ന് വാങ്ങിയതാണ് കേട്ടോ. ഈ മരത്തിൻ്റെ കയ്യിലൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. മരത്തിൻ്റെ ചട്ടകവും കയ്യിലൊക്കെ നമ്മൾ ആ ചിരട്ടക്കയ്യിലില്ലേ അതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. ബാക്കി ആ സിലിക്കണിൻ്റെ സാധനങ്ങളൊക്കെ ടെമൂന്ന് വാങ്ങിയാണ്. ആ ഒരു ബ്രഷും സാധനങ്ങളും പിന്നെ ആ ഒരു ഫ്രൈ ചെയ്തൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു പ്രസ് ചെയ്ത് പിടിച്ചെടുക്കുന്ന ആ സാധനമില്ല, എൻ്റെ പേര് എനിക്കറിയില്ല. അത് പിന്നെ മീനിൻ്റെ ചെതമ്പനൊക്കെ കളയുന്ന സാധനം അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്നല്ല ടെമൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ ഒരു 2 ക്യാൻഡിലിൻ്റെ ഇതും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ സ്ലാവും ആ ഒരു 3 ഭാഗമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കബോർഡ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ അടിയിലത്തെ തട്ടെനിക്ക് കയ്യെത്തും, മുകളിലത്തെ തട്ടെനിക്ക് കയ്യെത്തൂല. അപ്പോൾ കസേരയിട്ട് കയറി നിന്നിട്ടാണ് അവിടെ വൃത്തിയാക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ അടിയിലത്തെ തട്ടിലെ സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി പൊക്കത്തിലാണ് കേട്ടോ ഈ ഒരു കബോർഡ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള കബോർഡ് തന്നെയാണ്. നമുക്ക് അടക്കി ഒതുക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അപ്പോൾ അടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് സ്ലാബിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുങ്ങാനിട്ട് അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നനവ് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ആ ഗ്ലാസ്സൊക്കെ ഇരിക്കുന്നത് അപ്പുറത്തെ ഭാഗമാണ് കേട്ടോ. 2 സെക്ഷനായിട്ടാണത്. അപ്പോൾ അത് ഇവിടുത്തെ വൃത്തിയാക്കിയതിന് ശേഷം മറ്റേ ഡോറ് തുറന്നിട്ട് അപ്പുറത്തത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തെടുത്ത് വെച്ച സാധനങ്ങളില്ലേ അതെല്ലാം തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്തൊന്നും ഫില്ല് ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ. ഇപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് അതിന് ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ പൊടിച്ചിട്ടിടേണ്ടതാണ്. കുരുമുളക് പൊടിച്ചിടണം, അതുപോലെ ഉണക്കമുളക് ചതച്ചിടണം, അങ്ങനെ ഇടേണ്ടതാണ്. അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ കാരണം അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് കവറിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിങ്ങാനിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അടിയിലത്തതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തതൊക്കെ ഒന്ന് താഴത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പം ഞാൻ കാണിച്ചത് കൊണ്ടാട്ടമാണ് കേട്ടോ. കൊണ്ടാട്ട മുളകും അതുപോലെ തന്നെ കയ്പക്ക കൊണ്ടാട്ടമൊക്കെയാണ്. മുകളിലത്തെ റാക്കിലേക്ക് കയ്യെത്താത്തത് കൊണ്ട് തന്നെ അത് എടുക്കും, പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് തള്ളി വെക്കും. അതുകൊണ്ട് ആ ഒരു ഭാഗം ഭയങ്കര ഭംഗിയിലൊന്നല്ല ഇരുന്നിരുന്നത്. അപ്പം അതൊന്ന് അടക്കി ഒതുക്കി വെക്കണുണ്ട്. പിന്നെ ഈ നെസ്കഫയുടെ കുപ്പിയില്ലേ, അതിനകത്താണ് സാധനങ്ങൾ ഇട്ട് വെച്ചേക്കുന്നത്. ചെറിയ കുപ്പിയിലത്തത് കഴിയുമ്പോൾ അതിൽ നിന്നാണ് ചെറിയ കുപ്പിയിലേക്ക് നിറച്ച് വയ്ക്കുന്നത്. വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് നിറച്ച് വയ്ക്കും. പിന്നെ ഇപ്പോൾ കാണിച്ച ഒരു പാത്രത്തിലുള്ള പൊടിയില്ലേ, അതൊരു ഫേസ് പാക്കാണ് കേട്ടോ. പിന്നെ മറ്റേത് ഗ്രീൻ ടീയുടെ പാക്കറ്റുമാണ്. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് കുപ്പിയിലാക്കി അവിടെ അടിയിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാക്കറ്റ് അങ്ങനെ തന്നെ മുകളിലേക്ക് വെച്ചാണ്. അപ്പോൾ അത് അവിടെയും ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടെ, ഒരു ചെറിയ ഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഇറക്കി വെച്ചിട്ട് വൃത്തിയാക്കാനൊന്നുമില്ല. നമ്മൾ കുറേ പ്ലേറ്റുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജഗ്, പിന്നെ ഇടിയപ്പത്തിൻ്റെ, പുട്ടിൻ്റെ, പിന്നെ ചായപ്പൊടിയുടെ പൊട്ടിക്കാത്തത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ എന്താക്കി, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുള്ളൂ. അവിടെ നമുക്ക് അങ്ങനെ എല്ലാം ഇറക്കി വെച്ച് വൃത്തിയാക്കാനൊന്നുമില്ല. അപ്പം അതവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഇല്ലേ, അതൊക്കെ കുപ്പിയിലാക്കി വെക്കുക. കുപ്പി അപ്പോഴത്തേനും ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം എന്തായാലും ആ ഗ്ലാസ്സിൽ എണ്ണ ആയതല്ലേ. അപ്പം ഈ പാത്രത്തോടുകൂടെ ഒഴിക്കുന്നേക്കാൾ എളുപ്പമാണ് ഗ്ലാസ് കൊണ്ട് ഒഴിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിങ്ങാനിട്ട് അതിൽ നിന്ന് ഇത്തിരി ഇത്തിരി ആയിട്ട് ഒഴിച്ചു കൊടുത്ത്. ഇനിയിപ്പോൾ ഈ സൺഫ്ലവർ ഓയിലില്ലേ, അതും കൂടെ ഒന്ന് നിറച്ച് വയ്ക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ എടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. പിന്നെ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനാ, അതായത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കൂലേ, ബജ്ജി അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനത്തതൊക്കെയാണ് ഉണ്ടാക്കാനാണ് ഇതെടുക്കാറ്. ബാക്കി നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ വെളിച്ചെണ്ണയിലാണ്. പിന്നെ ഈ കബാബ് അങ്ങനെയുള്ള സാധനങ്ങൾ, ടിക്ക, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒലിവ് ഓയിലാണ് കേട്ടോ എടുക്കാറ്. അപ്പോൾ ഒലിവ് ഓയിൽ ഇത്തിരി കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അത് കുപ്പിയോടുകൂടെ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. ഈ ഒരു സ്പ്രേ ബോട്ടിലും ടെമൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പില്ലേ, അത് ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഞാൻ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പുതിയ കുപ്പി നിറച്ച് കൊടുക്കാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രണ്ടും രണ്ട് തരമാണ് എടുത്തിട്ട്. ഇപ്പോൾ വാങ്ങിയത് ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുള്ള സംഭവമല്ല, വേറെ തരത്തിലുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് ആ നെയ്യുടെ കുപ്പിയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ കുപ്പിയിലുള്ളത് RKG ആണ്. നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് മിൽമയുടെയാണ്. അതുകൊണ്ട് ഞാൻ പുതിയതും അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പുതിയത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ ഒരു റാക്കിൻ്റെ ഭാഗം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ.